Hello everyone, welcome to the Board Booster series. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന കോണ്ടന്റ് എന്ന് പറയുന്നത് ഹിസ്റ്ററി ഓഫ് ദ പീരിയോഡിക് ടേബിൾ, ദെൻ മോഡേൺ പീരിയോഡിക് ടേബിൾ, അതുപോലെ തന്നെ പീരിയോഡിക് ട്രെൻഡ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഹിസ്റ്ററി ഓഫ് ദ പീരിയോഡിക് ടേബിൾ നോക്കാം. ഏതൊക്കെയാണ് ഏർലിയർ ക്ലാസിഫിക്കേഷൻസ്? അതിനു മുന്നേ ഈ പീരിയോഡിക് ടേബിൾ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലെ? എങ്ങനെയാണ് ഈ മോഡേൺ പീരിയോഡിക് ടേബിളിലേക്ക് എത്തിയിട്ടുള്ളത്? ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്നത്. Earlier classifications of the elements. First classification ഡോബറേനിയറുടെ ട്രയാഡ്സ് ആയിരുന്നു. Then next വന്നിട്ടുള്ളതാണ് cylindrical table, then Newland's octaves, then atomic volume curve, ലോദർമെയറുടെ atomic volume curve, അതുപോലെ തന്നെ മെൻഡലീവ്സ് ക്ലാസിഫിക്കേഷൻ. ഇത്രയും ക്ലാസിഫിക്കേഷൻസ് ആണ് മോഡേൺ പീരിയോഡിക് ടേബിളിന് മുന്നായിട്ട് വന്നിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ്. ഓക്കെ, അറേഞ്ച്മെന്റ് പീരിയോഡിക് ടേബിൾ ഓഫ് അറേഞ്ച്മെന്റ്സ് വരുന്നത്. ഓക്കെ, അതില് ഫസ്റ്റ് വൺ ഡോബറേനിയർ ട്രയാഡ്സ് ആണ്. എന്താണ് ഈ ഡോബറേനിയർ ട്രയാഡ്സിന്റെ പ്രത്യേകത എന്ന് നോക്കാം. അന്ന് കാലത്ത് അറിയപ്പെട്ടിരുന്ന എലമെന്റ്സിനെ 3 എലമെന്റ്സ് ഉള്ള ഓരോ ഗ്രൂപ്പുകളായിട്ടാണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഈ ഗ്രൂപ്പിന് അദ്ദേഹം വിളിച്ച പേര് ട്രയാഡ്സ് എന്നായിരുന്നു. ഓക്കെ, അതായത് when elements are classified on the basis of atomic masses and are arranged into groups containing 3 elements. ആ ഓരോ ഗ്രൂപ്പിനെയും ട്രയാഡ്സ് എന്നാണ് വിളിച്ചിട്ടുള്ളത്. ഇവിടെ അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് ഡോബറേനിയർ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 3 എലമെന്റ്സ് ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. ആ ഗ്രൂപ്പിനെ ട്രയാഡ്സ് എന്നാണ് വിളിച്ചിട്ടുള്ളത്. എക്സാമ്പിൾ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഈ ട്രയാഡുകൾക്കുള്ള മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മിഡിൽ എലമെന്റിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ബാക്കി 2 എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസിന്റെ ആവറേജ് ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ലിഥിയത്തിന്റെ അറ്റോമിക് മാസ് 6.9, പൊട്ടാസ്യം ആണെങ്കിൽ 39.1, ദെൻ സോഡിയത്തിന്റെ അറ്റോമിക് മാസ് എന്തായിരിക്കും? 6.9 പ്ലസ് 39.1 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ നമുക്ക് എത്ര കിട്ടാം? 23. ഓക്കെ, അപ്പം ഡോബറേനിയറുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ട വേർഡ് ട്രയാഡ്സ് എന്നാണ്. എന്താണ് ട്രയാഡ്സ് എന്ന് പറയുന്നത്? 3 എലമെന്റ്സിന്റെ ഒരു ഗ്രൂപ്പ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ എന്താ പ്രത്യേകത? മിഡിൽ എലമെന്റിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആവറേജ് ഓഫ് അതർ 2 എലമെന്റ്സ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ സിലിണ്ടറിക്കൽ ടേബിൾ ആണ്. ഇവിടെ ആദ്യമായിട്ട് ഒരു സിലിണ്ടറിക്കൽ ടേബിൾ ഓഫ് അറേഞ്ച്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ ഇവിടെ ഒരു എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളതും ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ് തന്നെയാണ്. ഓക്കെ, ജസ്റ്റ് ഒരു ടേബിൾ ഓഫ് അറേഞ്ച്മെന്റ് ഒന്ന് നോക്കി വെക്കാം. ദെൻ അടുത്തതായിട്ട് വരുന്ന ക്ലാസിഫിക്കേഷൻ ആണ് ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 8ാമത് വരുന്ന ഓരോ എലമെന്റിനും ആദ്യത്തെ എലമെന്റിന്റെ അതേ പ്രോപ്പർട്ടീസ് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇവിടെയും എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എങ്ങനെ തന്നെയാണ്? അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. ദെൻ 8th എലമെന്റ് ആരാണ്? സോഡിയം. സോഡിയം ഹാസ് ദ പ്രോപ്പർട്ടീസ് സെയിം ആസ് ദാറ്റ് ഓഫ് ലിഥിയം. ഇതിനെയാണ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ? when elements are classified in the increasing order of atomic weight, the 8th element starting from a given one repeat the properties of the first, like the 8th note in the octave of music. ഇവിടെ 40 എലമെന്റ്സിനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. Okay, he classified and he can arrange only 2 series of elements, that is elements having atomic mass up to 40. Okay, അപ്പം ഈ ഒരു ക്ലാസിഫിക്കേഷന്റെ പ്രത്യേകത എന്തായിരുന്നു? Every 8th element has the properties same as that of first one, and this is known as law of octaves. Okay, ഇതായിരുന്നു ന്യൂലാൻഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ, ന്യൂലാൻഡിന്റെ ക്ലാസിഫിക്കേഷൻ. Okay, then next ലോദർമെയർ അറ്റോമിക് വോളിയം കർവ്. ഇവിടെയും ലോദർമെയർ പ്ലോട്ട് ചെയ്തിട്ടുള്ളത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ എലമെന്റ്സിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എഗെയിൻസ്റ്റ് അറ്റോമിക് മാസ് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ഗ്രാഫ് നോക്കി നോക്കാം. അതായത് അറ്റോമിക് വോളിയം വേഴ്സസ് അറ്റോമിക് മാസ് കർവ് ആണ് ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഏതൊക്കെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്? ഫിസിക്കൽ പ്രോപ്പർട്ടി ലോദർമെയർ പ്ലോട്ടഡ് ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് സച്ച് ആസ് അറ്റോമിക് വോളിയം, മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് എഗെയിൻസ്റ്റ് അറ്റോമിക് വെയിറ്റ്.
ഓക്കെ, അപ്പം ഈ ഒരു ഗ്രാഫ് ശ്രദ്ധിക്കാം. ഇവിടെ അറ്റോമിക് വോളിയം വേഴ്സസ് അറ്റോമിക് മാസ് ആണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. എന്താണ് ഈ ഗ്രാഫിന്റെ പ്രത്യേകത കാണാൻ പറ്റുന്നത്? ഓക്കെ, ഇവിടെ സെയിം പ്രോപ്പർട്ടീസ് ഉള്ള എലമെന്റ്സ് ഒക്കെ ഈ ഗ്രാഫിനകത്ത് സെയിം റീജിയനിലാണ് വന്നിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ നോക്കാം, സോഡിയം എവിടെയാണ്? ഗ്രാഫിന്റെ പീക്കിൽ. പൊട്ടാസ്യം അതേപോലെ തന്നെ പീക്കിലാണ്. റുബീഡിയം കേട്ടോ. അതായത് സെയിം പ്രോപ്പർട്ടീസ് ഉള്ള എലമെന്റ്സ് ആണെങ്കിൽ സെയിം പൊസിഷനിലാണ്, സെയിം റീജിയനിലാണ്, ഈ പീക്കിന്റെ സെയിം റീജിയനിൽ എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ ഹി കൺക്ലൂഡഡ് ദാറ്റ് അറ്റോമിക് മാസ് ഈസ് ദ മോസ്റ്റ് ആക്യുറേറ്റ് പ്രോപ്പർട്ടി ടു എക്സ്പ്ലെയിൻ ദ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ എലമെന്റ്സ്. ഓക്കെ, അപ്പം ഇതാണ് ലോദർ മെയറുടെ അറ്റോമിക് വോളിയം കർവ്. ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? ഫിസിക്കൽ പ്രോപ്പർട്ടി വേഴ്സസ് അറ്റോമിക് മാസ് ആണ് ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അറ്റോമിക് വോളിയം ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടി, ദെൻ ഫിസിക്കൽ പ്രോപ്പർട്ടി അറ്റോമിക് വോളിയം വേഴ്സസ് അറ്റോമിക് മാസ് കർവ്. ഓക്കെ, അതാണ്. നോക്കൂ, ആൽക്കലി മെറ്റൽസ് ഒക്യുപ്പൈ ദ പീക്ക് ഓഫ് ദ കർവ്. ദെൻ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണെങ്കിൽ ഡിസെൻഡിങ് പൊസിഷൻ. കണ്ടോ, ഡിസെൻഡിങ് പൊസിഷൻ ഏതാ? ബെർലിയം ഡിസെൻഡിങ് പൊസിഷനിലാണ്, ബെർലിയം. ഓക്കെ, അതേപോലെ തന്നെ മെഗ്നീഷ്യം കണ്ടോ, ഡിസെൻഡിങ് പൊസിഷനിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ സ്കാൻഡിയം, ഓക്കെ സോറി സ്കാൻഡിയം അല്ല, കാൽസ്യം. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ്? ആ കർവിന്റെ ഡിസെൻഡിങ് പൊസിഷനിൽ വന്നിട്ട് സെയിം അതല്ലേ. അതായത് ഇവിടെ ലിഥിയം, അതുപോലെ തന്നെ സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം. ലിഥിയം ഒരു എക്സെപ്ഷണൽ കേസ് ആണ്, പക്ഷെ സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം പീക്കിൽ വന്നിട്ടുണ്ട്. ദെൻ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് നോക്കുമ്പോൾ ബെർലിയം, അതുപോലെ തന്നെ മെഗ്നീഷ്യം, കാൽസ്യം ഇതെല്ലാം ഡിസെൻഡിങ് പൊസിഷനിലാണ്. സ്റ്റോൺഷ്യം ഓക്കെ ഡിസെൻഡിങ് പൊസിഷനിലാണ്. അപ്പം സെയിം പ്രോപ്പർട്ടീസ് ഉള്ള ആൾക്കാരൊക്കെ സെയിം റീജിയനിലാണ് ഈ കർവില് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അറ്റോമിക് മാസ് ആണ് കുറച്ചും കൂടെ എന്താണ് ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ എലമെന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ളത് എന്ന് ആര് കൺക്ലൂഡ് ചെയ്തു? ലോദർ മെയർ കൺക്ലൂഡ് ചെയ്തു. ഓക്കെ, അടുത്തത് മെൻഡലീവ്സ് പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ആണ്. എന്താണ് മെൻഡലീവ്സ് പീരിയോഡിക് ക്ലാസിഫിക്കേഷന്റെ പ്രത്യേകത? എന്താണ്? അതായത് ഏറ്റവും നിങ്ങൾക്ക് പീരിയോഡിക് ടേബിൾ കാണുമ്പോൾ തന്നെ അറിയാം, കുറച്ച് ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, അതായത് ഇതുവരെ വന്നിട്ടുള്ള ക്ലാസിഫിക്കേഷനേക്കാളും കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ആരുടെ ക്ലാസിഫിക്കേഷൻ? മെൻഡലീവ്സിന്റെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ എന്താണ് ഈ പീരിയോഡിക് ടേബിളിന്റെ പ്രത്യേകത? ദിസ് ഈസ് ദ ഫസ്റ്റ് സിസ്റ്റമാറ്റിക് ക്ലാസിഫിക്കേഷൻ ഓഫ് ദ എലമെന്റ്സ്. ഇറ്റ് ഈസ് ഓൾസോ ബേസ്ഡ് ഓൺ അറ്റോമിക് മാസ്. ഇവിടെയും എലമെന്റ്സിന്റെ അറ്റോമിക് മാസിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു പീരിയോഡിക് ടേബിളിലും. ഓക്കെ, ഇവിടെ അതുപോലെ തന്നെ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് മെൻഡലീവ്സ് പീരിയോഡിക് ലോ എന്താണ് ചോദിക്കാം. ഓക്കെ, എന്താണ് മെൻഡലീവ്സ് പീരിയോഡിക് ലോ? ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ എലമെന്റ്സ് ആർ ദ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് വെയിറ്റ്. ഓക്കെ, അതായത് എലമെന്റ്സിന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അറ്റോമിക് മാസിന്റെ പീരിയോഡിക് ഫങ്ഷൻ ആണ്. ഇതാണ് മെൻഡലീവ്സ് പീരിയോഡിക് ലോ. ആൻഡ് ഹി അറേഞ്ച്ഡ്, അതായത് അന്നത്തെ കാലത്ത് അറിയപ്പെട്ടിരുന്ന എല്ലാ എലമെന്റ്സിനും ഈ ഒരു പീരിയോഡിക് ടേബിളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദെൻ ഭാവിയിൽ കണ്ടുപിടിക്കപ്പെടാൻ സാധ്യതയുള്ള എലമെന്റ്സിന് വേണ്ടി പോലും അവിടെ സ്പേസ് ലീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ അവരുടെ പ്രോപ്പർട്ടീസും പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് മെൻഡലീവ്സ് ക്ലാസിഫിക്കേഷന്റെ പ്രത്യേകത. അതായത് അന്നത്തെ കാലത്തെ ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആയിരുന്നു മെൻഡലീവ്സ് ക്ലാസിഫിക്കേഷൻ. ദിസ് ക്ലാസിഫിക്കേഷൻ ഓൾസോ ബേസ്ഡ് ഓൺ അറ്റോമിക് മാസ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് മെൻഡലീവ്സ് പീരിയോഡിക് ക്ലാസിഫിക്കേഷന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, മെറിറ്റ് ഓഫ് ദ മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ. എന്തൊക്കെയായിരുന്നു? നമ്മൾ പറഞ്ഞു ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആയിരുന്നു മെൻഡലീവ്സ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ അതേപോലെ തന്നെ ഹി ലെഫ്റ്റ് വാക്കന്റ് സ്പേസസ് ഫോർ അൺഡിസ്കവേർഡ് എലമെന്റ്സ്. പിന്നെ ഈ പീരിയോഡിക് ടേബിളിൽ 7 പീരീഡ്സും ഉണ്ട്, അതേപോലെ തന്നെ 9 ഗ്രൂപ്പ്സും ഉണ്ട്. 1 to 8 ഗ്രൂപ്പ്. ദെൻ സീറോ എന്ന് പറയുന്നത് ആരാ? നോബിൾ ഗ്യാസസ് ആണ്. നമ്മളിവിടെ മെൻഡലീവ്സിന്റെ പീരിയോഡിക് ടേബിൾ കണ്ടിട്ടുണ്ടായിരുന്നു. നോക്കൂ, കണ്ടോ, 1 2 3 4 5 6 7 8 അല്ലെ, 8 ഗ്രൂപ്പ്സ് ഉണ്ട്. ഇതിൽ 0 ഗ്രൂപ്പ് നോബിൾ ഗ്യാസസ് സെപ്പറേറ്റ് ആയിട്ട് പിന്നീട് ആഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ എന്താണ് 7 പീരീഡ്സും ഉണ്ട്. ഓക്കെ, ഇനി
ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു? അതായത് ഹി ലെഫ്റ്റ് വാക്കന്റ് സ്പേസസ് ഫോർ അൺഡിസ്കവേർഡ് എലമെന്റ്സ്. അന്നത്തെ കാലത്ത് ഡിസ്കവർ ചെയ്യാത്ത എലമെന്റ്സിന് വേണ്ടി പോലും അവിടെ സ്പേസ് ലീവ് ചെയ്തിരുന്നു. അതിന് എക്സാമ്പിൾ ആണ് എക്ക അലുമിനിയം, എക്ക സിലിക്കൺ. എക്ക അലുമിനിയം എന്ന് പറഞ്ഞാൽ ആരാണ്? അലുമിനിയത്തിന്റെ അതേപോലെ തന്നെ പ്രോപ്പർട്ടി കാണിക്കുന്ന ആരാണ്? ഗാലിയം അല്ലെ. അതേപോലെ തന്നെ എക്ക സിലിക്കൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും? ജർമേനിയം. അപ്പം എന്തൊക്കെയായിരുന്നു ഈ മെൻഡലീഫ് പീരിയോഡിക് ടേബിളിന്റെ പ്രത്യേകതകൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മെറിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പറയാം? അതായത് അന്നത്തെ കാലത്തെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. പിന്നെ ഹി ലെഫ്റ്റ് സം സ്പേസസ്, വാക്കന്റ് സ്പേസസ് ഫോർ അൺഡിസ്കവേർഡ് എലമെന്റ്സ് ആൻഡ് ഓൾസോ പ്രെഡിക്ട് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് എലമെന്റ്സ്. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് എക്ക അലുമിനിയം, എക്ക സിലിക്കൺ. എക്ക അലുമിനിയം ഗാലിയം, എക്ക സിലിക്കൺ ജർമേനിയം. ദെൻ അതേപോലെ തന്നെ കുറച്ച് എലമെന്റ്സിന്റെ അറ്റോമിക് മാസസ് കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹി ഓൾസോ കറക്റ്റ് ദ അറ്റോമിക് മാസസ് ഓഫ് സം എലമെന്റ്സ് വിച്ച് വർ റോങ്ലി കാൽക്കുലേറ്റഡ് അറ്റ് ദാറ്റ് ടൈം. അതിന് എക്സാമ്പിൾ ആണ് ബെർലിയം. ബെർലിയത്തിന്റെ അറ്റോമിക് മാസ് 13.5 9 ആയിട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിളിന്റെ മെറിറ്റ്സ്. ഇനി കുറച്ച് ഡീമെറിറ്റ്സ് ഉണ്ടായിരുന്നു, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തൊക്കെയാണ് മെൻഡലീവ്സിന്റെ പീരിയോഡിക് ടേബിളിന്റെ ഡീമെറിറ്റ്സ്? ഇവിടെ അറ്റോമിക് മാസ് ഇൻ ഇൻക്രീസിംഗ് ഓർഡർ എന്ന് പറയുമ്പം നിർബന്ധമായിട്ടും ആർക്ക് പൊസിഷൻ കൊടുക്കണം? ഐസോടോപ്സിന് പൊസിഷൻ കൊടുക്കണം. ആരാണ് ഐസോടോപ്സ് എന്ന് പറയുന്നത്? ഐസോടോപ്സ് ഹാവിംഗ് സെയിം അറ്റോമിക് നമ്പറും ഡിഫറെന്റ് മാസ് നമ്പറും അല്ലെ. പക്ഷെ ഇവിടെ ഐസോടോപ്സിന് പൊസിഷൻ കൊടുത്തിട്ടില്ല. ആ ഒരു ടേബിളില് ഐസോടോപ്സിന് പൊസിഷൻ കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ ഹൈഡ്രജനും ഒരു പ്രോപ്പർ പൊസിഷൻ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ദെൻ അടുത്തൊരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അടുത്തൊരു ഡീമെറിറ്റ് നോക്കിക്കഴിഞ്ഞാൽ എന്ത് പറയാം? അറ്റോമിക് വെയിറ്റിന്റെ ഇൻക്രീസിങ് ഓർഡർ എന്ന് പറഞ്ഞാലും അത് സ്ട്രിക്ട്ലി ഒബൈ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ദെൻ അതേപോലെ തന്നെ എന്താ, ഡിസിമിലർ എലമെന്റ്സ് സെയിം ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട് അല്ലെ. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സെയിം എലമെന്റ്സ് ആണ് ഒരു ഗ്രൂപ്പിൽ വരാം. ഇവിടെ നോക്കി നോക്കാം, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഇവരെന്താ സെയിം പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അതേ ഗ്രൂപ്പിൽ തന്നെ ആര് വന്നു? കോപ്പർ, സിൽവർ, ഗോൾഡ് അല്ലെ. അതായത് ആൽക്കലി മെറ്റൽസിന്റെ കൂടെ ആരെയും കൂടെ പ്ലേസ് ചെയ്തു? കോപ്പർ. ട്രാൻസിഷൻ എലമെന്റ്സ് ആണ് കോപ്പർ, സിൽവർ, ഗോൾഡ്. ദെൻ നെക്സ്റ്റ് ഗ്രൂപ്പ് നോക്കാം, ബെർലിയം, മെഗ്നീഷ്യം, കാൽസ്യം, സ്റ്റോൺഷ്യൻ, ബേരിയം. അതേ ഗ്രൂപ്പില് സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ് സിങ്ക്, കാഡ്മിയം, മെർക്കുറി ഇവര് പ്ലേസ് ചെയ്തു. ഓക്കെ, ദെൻ അപ്പൊ എന്താണ്? ഡിസിമിലർ എലമെന്റ്സ് സെയിം ഗ്രൂപ്പിൽ വന്നു. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് അല്ലെ. ദെൻ അതേപോലെ തന്നെ അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡർ എന്ന് പറഞ്ഞു. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം, ടെലൂറിയം, അയഡിൻ. ടെലൂറിയത്തിന്റെ 127.60, അയഡിൻ ആണെങ്കിലോ 126.90. ഓക്കെ, അപ്പം ഇവിടെയും എന്താ, അതായത് അറ്റോമിക് മാസിന്റെ ഒരു ഇൻക്രീസിംഗ് ഓർഡർ എന്ന് പറഞ്ഞാലും ആ ഓർഡർ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് മെൻഡലീവ്സിന്റെ ക്ലാസിഫിക്കേഷനിൽ ആ ഒരു ടേബിളിൽ സാധിച്ചിട്ടില്ല. അപ്പം ഇതും ഡീമെറിറ്റ് ആണ്. ഓക്കെ, അപ്പം മെൻഡലീവ്സിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും എന്തൊക്കെ പോയിന്റ്സ് ഓർമ്മ വരേണ്ടത്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പം എന്താണ് മെൻഡലീവ്സ് പീരിയോഡിക് ലോ എന്ന് അറിയണം. എന്താണ് മെൻഡലീവ്സ് പീരിയോഡിക് ലോ എന്ന് പറയുന്നത്? കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ എലമെന്റ്സ് ആർ ദ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് മാസ്. അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അന്നത്തെ കാലത്തെ ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. ദെൻ ഭാവിയിൽ കണ്ടുപിടിക്കപ്പെടാൻ സാധ്യതയുള്ള എലമെന്റ്സിന് വേണ്ടി അവിടെ സ്പേസ് ലീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ പ്രോപ്പർട്ടീസും പ്രിഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് എക്സാമ്പിൾ ആണ് ഗാലിയം, ജർമേനിയം. എക്ക അലുമിനിയം, എക്ക സിലിക്കൺ എന്നാണ് അവരെ വിളിച്ചിരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്, അറ്റോമിക് മാസസ് ഓഫ് സം എലമെന്റ്സ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അന്നത്തെ കാലത്ത് റോങ്ലി കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ചില എലമെന്റ്സിന്റെ അറ്റോമിക് മാസ് കറക്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ അതിനെ കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഉണ്ടായിരുന്നു, ഡീമെറിറ്റ്സും ഉണ്ടായിരുന്നു. എന്താണ് ആ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത്? അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡർ എന്ന് പറയുമ്പോൾ അത് സ്ട്രിക്ട്ലി ഫോളോ ചെയ്തിട്ടില്ല. പിന്നെന്താ, ഐസോടോപ്പ്, ഹൈഡ്രജൻ ഇവർക്കൊന്നും പ്രോപ്പർ പൊസിഷൻ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ദെൻ അതേപോലെ തന്നെ എന്തായിരുന്നു, ഡിസിമിലർ എലമെന്റ്സ് സെയിം ഗ്രൂപ്പിൽ വന്നു. ദെൻ അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡർ പ്രോപ്പർ നമ്മൾ അത് ഓർഡർ പാലിച്ചിട്ടില്ല പറയുമ്പോൾ അതിന് എക്സാമ്പിൾ ആണ് എന്ത്? ടെലൂറിയം, അയഡിന്റെ കേസ്. ഓക്കെ, ഇതാണ് മെൻഡലീവ്സ് ക്ലാസിഫിക്കേഷന്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും. ഓക്കെ, ദെൻ
ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? മോഡേൺ പീരിയോഡിക് ടേബിൾ ആണ്. അപ്പൊ മോഡേൺ പീരിയോഡിക് ടേബിൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പഠിക്കാം. അപ്പം ഇന്ന് നമ്മൾ ഏർലിയർ ക്ലാസിഫിക്കേഷൻസ് ആണ് പീരിയോഡിക് ടേബിളിന്റെ കണ്ടിട്ടുള്ളത്. നമ്മൾ ട്രയാഡ്സ് കണ്ടു അല്ലെ, സിലിണ്ടറിക്കൽ ടേബിൾ കണ്ടു, ഒക്ടേവ്സ് കണ്ടു, പിന്നെന്താ വോളിയം കർവ് കണ്ടു ലോതർമെയറിന്റെ, ദെൻ മെൻഡലീസ് ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് നോക്കാം. മോഡേൺ പീരിയോഡിക് ടേബിൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.